ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 12-ാം ദിവസം ഇസഹാക്കും റെബേക്കയും. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായവും ജോബിൻ്റെ പുസ്തകം 13-14 അധ്യായങ്ങളും സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 16 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളും വായിക്കുകയാണ്. അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് സ്വന്തം ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ വധുവിനെ കണ്ടെത്തുവാൻ ഭൃത്തിനെ അയക്കുന്നതും ദൈവപരിപാലനയിൽ ദൗത്യം വിജയകരമാകുന്നതും ഇന്നേ ദിവസം നമ്മൾ വായിക്കുന്നു. സജ്ജന സമ്പർക്കങ്ങൾ മനുഷ്യജീവിതത്തിൽ ഗുണപരമായ സ്ഥാനം വഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം സാത്താൻ്റെ പരീക്ഷണങ്ങളെ നേരിടുന്ന ജോബ് താൻ നീതിമാനാണെന്ന് തെളിയിക്കാമെന്ന് ന്യായവാദം പറഞ്ഞ് വിലപിക്കുന്നതും നമുക്ക് ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ ശ്രവിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം. ഇസഹാക്കും റെബേക്കയും. അബ്രാഹാം പ്രായം ചെന്ന് വൃദ്ധനായി. കർത്താവ് എല്ലാറ്റിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചു. തനിക്കുള്ള എല്ലാറ്റിൻ്റെയും കാര്യസ്ഥനായ തൻ്റെ ഭവനത്തിലെ മുതിർന്ന ഭൃത്യനോട് അബ്രാഹാം പറഞ്ഞു, നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനൻകാരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ പുത്രന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെ ദൈവവും ഭൂമിയുടെ ദൈവവുമായ കർത്താവിനെ കൊണ്ട് നിന്നെ ഞാൻ സത്യം ചെയ്യിക്കുന്നു. എൻ്റെ നാട്ടിൽ എൻ്റെ സഹചരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രൻ ഇസഹാക്കിന് നീ ഭാര്യയെ കൊണ്ടുവരണം. അപ്പോൾ ആ ദാസൻ അവനോട് ചോദിച്ചു, ഒരുപക്ഷെ ആ സ്ത്രീ എൻ്റെ പിന്നാലെ ഈ നാട്ടിലേക്ക് വരാൻ തയ്യാറായില്ലെങ്കിൽ അങ്ങ് പുറപ്പെട്ടു പോന്ന ആ നാട്ടിലേക്ക് അങ്ങയുടെ പുത്രനെ ഞാൻ ഉറപ്പായും തിരിച്ചു കൊണ്ടുപോകണമോ? അബ്രാഹാം അവനോട് പറഞ്ഞു, എൻ്റെ പുത്രനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് ജന്മനാട്ടിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിൻ്റെ സന്തതിക്ക് ഈ നാട് ഞാൻ നൽകുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരണം. എന്നാൽ ആ സ്ത്രീ നിൻ്റെ പിന്നാലെ വരാൻ തയ്യാറല്ലെങ്കിൽ എൻ്റെ ഈ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനായിരിക്കും. എൻ്റെ പുത്രനെ അങ്ങോട്ട് മടക്കരുതെന്ന് മാത്രം. അപ്പോൾ ഭൃത്യൻ തൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ തുടയുടെ കീഴെ തൻ്റെ കൈവച്ച് ആ കാര്യത്തെ പ്രതി സത്യം ചെയ്തു. അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ നിന്ന് 10 ഒട്ടകങ്ങളെയും കൊണ്ട് യാത്രയ്ക്കൊരുങ്ങി. യജമാനൻ്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും അവൻ്റെ കൈവശമുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നാഹോറിൻ്റെ പട്ടണമായ അറംനഹറയിലേക്ക് പോയി. സായങ്കാലത്ത് വെള്ളം കോരുന്നവർ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് കിടത്തി. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ, ഇന്നെനിക്ക് ഇത് സാധിച്ചു തരണമേ. എൻ്റെ യജമാനനായ അബ്രാഹത്തോട് കരുണ ചെയ്യണമേ. ഇതാ ഞാൻ നീരുറവയ്ക്കരികിൽ നിൽക്കുകയാണ്. നഗരത്തിലെ ആളുകളുടെ പെൺകുട്ടികൾ വെള്ളം കോരാൻ പുറപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കുടിക്കാനായി നിൻ്റെ കുടം ചായച്ചു തരിക എന്ന് ഞാൻ പറയുമ്പോൾ, കുടിച്ചുകൊള്ളുക, നിൻ്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം എന്ന് ഏത് പെൺകുട്ടി പറയുന്നുവോ അവളായിരിക്കും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനു വേണ്ടി അങ്ങ് നിശ്ചയിച്ചിട്ടുള്ളവൾ. എൻ്റെ യജമാനനോട് അങ്ങ് കരുണ ഇരിക്കുന്നുവെന്ന് അവൾ മൂലം ഞാൻ അറിയും. അവൻ പറഞ്ഞു തീരും മുമ്പ് ഇതാ അബ്രാഹത്തിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ പുത്രൻ
ബെത്തുവേലിന് ജനിച്ചവളായ റബേക്ക വരുന്നു. അവളുടെ തോളിൽ ഒരു കുടമുണ്ടായിരുന്നു. ആ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയും കന്യകയും പുരുഷനെ അറിയാത്തവളുമായിരുന്നു. അവൾ ഉറവയിലേക്കിറങ്ങി തൻ്റെ കുടം നിറച്ച് കയറി വന്നു. ആ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തെത്താൻ ഓടി. അവൻ പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കുടിക്കാൻ തരിക. പ്രഭോ, കുടിച്ചാലും, അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം തൻ്റെ കരത്തിലേക്ക് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു. അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, താങ്കളുടെ ഒട്ടകങ്ങൾക്കും അവ കുടിച്ചു തീരുവോളം ഞാൻ വെള്ളം കോരാം. അവൾ വേഗം വെള്ളം തൊട്ടിയിലേക്ക് പകർത്തി വെള്ളം കോരാൻ വീണ്ടും കിണറ്റിങ്കലേക്ക് ഓടി. അവൻ്റെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി. അയാൾ അവളെ സാഗൂതം നോക്കി നിന്നു. തൻ്റെ വഴി കർത്താവ് ശുഭമാക്കുന്നോ ഇല്ലയോ എന്നറിയുവാൻ അയാൾ നിശബ്ദനായി നിന്നു. ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് വേണ്ടി 1/2 ശെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ മൂക്കുത്തിയും 10 സ്വർണ്ണ തൂക്കമുള്ള 2 കൈവളകളും കൊടുത്തു. അവൻ പറഞ്ഞു, നീ ആരുടെ മകളാണെന്ന് എന്നെ അറിയിച്ചാലും നിൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാപ്പാർക്കാൻ ഇടം കാണുമോ? അവൾ അവനോട് പറഞ്ഞു, നാഹോറിനായി മിൽക്ക പ്രസവിച്ച പുത്രൻ ബത്തുവേലിൻ്റെ മകളാണ് ഞാൻ. അവൾ വീണ്ടും പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ കച്ചിയും തീറ്റയും വേണ്ടുവോളമുണ്ട്, താമസിക്കാൻ ഇടവുമുണ്ട്. അയാൾ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് എൻ്റെ യജമാനനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്നെയാകട്ടെ എൻ്റെ യജമാനൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വഴി നയിക്കുകയും ചെയ്തിരിക്കുന്നു. പെൺകുട്ടി ഓടിച്ചെന്ന് തൻ്റെ അമ്മയുടെ വീട്ടുകാരെ ഇക്കാര്യങ്ങൾ യഥാക്രമം ധരിപ്പിച്ചു. റബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. ലാബാൻ പുറത്ത് ഉറവയുടെ അരികിലേക്ക് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി. മൂക്കുത്തിയും വളകളും തൻ്റെ സഹോദരി റബേക്കായുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ എന്നോടിങ്ങനെ സംസാരിച്ചു എന്ന അവളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അതാ അയാൾ ഒട്ടകങ്ങളുടെ സമീപത്ത് ഉറവയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവിൻ്റെ അനുഗ്രഹീതനെ വരിക. എന്താണ് പുറത്തു നിൽക്കുന്നത്? വീടും ഒട്ടകങ്ങൾക്ക് ഉള്ള സ്ഥലവും ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അയാൾ വീട്ടിലേക്ക് വന്നു. അവൻ ഒട്ടകങ്ങളെ അഴിച്ചുവിട്ടു. ഒട്ടകങ്ങൾക്ക് കച്ചിയും തീറ്റയും കൊടുത്തു. ഒപ്പം അയാളുടെ കാലുകളും കൂടെയുള്ള ആളുകളുടെ കാലുകളും കഴുകാൻ വെള്ളവും. തൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പവേ അയാൾ പറഞ്ഞു, എൻ്റെ ദൗത്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. പറഞ്ഞുകൊള്ളുക, അവൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അബ്രാഹത്തിൻ്റെ ഭൃത്യനാണ് ഞാൻ. കർത്താവ് എൻ്റെ യജമാനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം വലിയവനായി തീർന്നിരിക്കുന്നു. ആടുമാടുകളെയും വെള്ളിയും സ്വർണവും ദാസന്മാരെയും പരിചാരികമാരെയും ഒട്ടകങ്ങളെയും കഴുതകളെയും അവിടുന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. എൻ്റെ യജമാനൻ്റെ ഭാര്യ സാറ അവളുടെ വാർദ്ധക്യത്തിൽ എൻ്റെ യജമാനന് ഒരു പുത്രനെ പ്രസവിച്ചു. തനിക്കുള്ളതെല്ലാം അദ്ദേഹം അവനാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ യജമാനൻ എന്നെക്കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്യിച്ചിരിക്കുകയാണ്, ഞാൻ പാർക്കുന്ന നാട്ടിലെ കാനാൻകാരുടെ പുത്രിമാരിൽ നിന്ന് എൻ്റെ മകനെ വധുവിനെ തിരഞ്ഞെടുക്കരുത്, മറിച്ച് എൻ്റെ പിതൃഭവനത്തിൽ എൻ്റെ വംശക്കാരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രന് ഭാര്യയെ കൊണ്ടുവരണം. ഞാൻ എൻ്റെ യജമാനനോട് ചോദിച്ചു, ഒരു വേള ആ സ്ത്രീ എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിലോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആരുടെ മുമ്പിൽ വ്യാപരിക്കുന്നുവോ ആ കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും. എൻ്റെ വംശക്കാരിൽ നിന്ന്, എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ പുത്രന് നീ ഒരു സ്ത്രീയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എൻ്റെ വംശജരുടെ അടുത്ത് ചെല്ലുന്നത് കൊണ്ട് തന്നെ നീ എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും. അവർ അവളെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും. ഇന്ന് ഞാൻ ഉറവയ്ക്കരികിൽ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ സഞ്ചരിക്കുന്ന വഴി ശുഭമാക്കാൻ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഇതാ ഞാൻ ഈ നീരുറവയ്ക്കരികിൽ നിൽക്കുന്നു. വെള്ളം കോരാൻ വരുന്ന യുവതിയോട് ദയവായി നിൻ്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ, കുടിച്ചുകൊള്ളുക, താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരാം എന്ന് എന്നോട് പറയുന്നവളായിരിക്കും എൻ്റെ യജമാനൻ്റെ പുത്രന് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഭാര്യ. എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് ഇതാ തോളിൽ കുടവുമായി റബേക്ക പുറത്തേക്ക് വരുന്നു.
അവൾ ഉറവയിൽ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി. ഞാൻ അവളോട്, ദയവായി എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൾ ഉടനെ കുടം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കുടിച്ചാലും താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം. ഞാൻ കുടിച്ചു, ഒട്ടകങ്ങൾക്കും അവൾ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ ഞാൻ അവളോട് അന്വേഷണാർത്ഥം, നീ ആരുടെ മകളാണ് എന്നന്വേഷിച്ചു. നാഹോറിന് മിൽക്ക പ്രസവിച്ച പുത്രനായ ബത്തുവേലിൻ്റെ മകളാണ് ഞാനെന്ന് അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ മൂക്കിൽ മൂക്കുത്തിയും കൈകളിൽ വളകളും അണിയിച്ചു. അതിനുശേഷം ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു. എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി. കാരണം എൻ്റെ യജമാനൻ്റെ സഹോദരപുത്രിയെ അദ്ദേഹത്തിൻ്റെ പുത്രന് വേണ്ടി കൊണ്ടുവരുവാൻ അവിടുന്ന് എന്നെ നേരായ മാർഗത്തിൽ നയിച്ചു. ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ എന്നോട് പറയുക, മറിച്ചാണെങ്കിലും എന്നോട് പറയുക. എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാമല്ലോ. അപ്പോൾ ലാബാനും ബത്തുവേലും മറുപടിയായി പറഞ്ഞു, ഇക്കാര്യം കർത്താവിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് നിന്നോട് ദോഷമോ ഗുണമോ പറയാനാവില്ല. ഇതാ റെബേക്ക നിൻ്റെ മുമ്പിൽ, കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ കർത്താവിനെ നിലംപറ്റി വണങ്ങി. അനന്തരം ആ ഭൃത്യൻ വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും പുറത്തെടുത്ത് റെബേക്കയ്ക്ക് കൊടുത്തു. വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും കൊടുത്തു. അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്തു. പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചാലും. അവളുടെ സഹോദരനും അമ്മയും പറഞ്ഞു, കുറച്ചുനാൾ അല്ലെങ്കിൽ 10 ദിവസം പെൺകുട്ടി ഞങ്ങളോടൊപ്പം പാർക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ അവരോട് പറഞ്ഞു, എന്നെ വൈകിപ്പിക്കരുത്. കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുകയാണ്. എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് പോകുവാൻ എന്നെ പറഞ്ഞയച്ചാലും. അവർ പറഞ്ഞു, നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കാം. അവർ റബേക്കായെ വിളിച്ച്, നീ മനുഷ്യനോടുകൂടി പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്നവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനെയും അവൻ്റെ ആൾക്കാരെയും പറഞ്ഞയച്ചു. റബേക്കായെ ആശീർവദിച്ചുകൊണ്ട് അവർ അവളോട് പറഞ്ഞു, എൻ്റെ സഹോദരി, നീ 10,000-ൻ്റെ 1000-ങ്ങളായി തീരട്ടെ. നിന്റെ സന്തതി തന്നെ വെറുക്കുന്നവരുടെ കവാടം കൈവശമാക്കട്ടെ. റെബേക്കായും അവളുടെ ഭൃത്യകളും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി അയാളെ അനുഗമിച്ചു. അങ്ങനെ ആ ദാസൻ റെബേക്കായും കൂട്ടി യാത്രയായി. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബർലഹായ് റോയുടെ സമീപത്തു നിന്ന് വന്ന് നെഗബ് ദേശത്ത് താമസിക്കുകയായിരുന്നു. വയലിൽ ധ്യാനിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഇസഹാക്ക് പുറത്തിറങ്ങി. അവൻ ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടു, ഇതാ ഒട്ടകങ്ങൾ വരുന്നു. റെബേക്ക കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഇസഹാക്കിനെ കണ്ട് ഒട്ടകപ്പുറത്തു നിന്ന് വേഗമിറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, വയലിലൂടെ നമുക്ക് അഭിമുഖമായി നടന്നു വരുന്ന ആ പുരുഷൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അതെൻ്റെ യജമാനനാണ്. ഉടനെ അവൾ മൂടുപടമെടുത്ത് സ്വയം മറച്ചു. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭൃത്യൻ ഇസഹാക്കിനോട് വിവരിച്ചു. ഇസഹാക്ക് തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് റെബേക്കായെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ അവളെ സ്വീകരിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ തൻ്റെ അമ്മയുടെ മരണശേഷം ഇസഹാക്ക് സമാശ്വാസം കണ്ടെത്തി. ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം. ശ്രദ്ധിക്കൂ, എല്ലാം എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്, എൻ്റെ കാത് കേട്ടിട്ടുണ്ട്. ഒന്ന് മറ്റൊന്നിനു വേണ്ടിയാണ് ഉൾക്കാഴ്ച തേടുന്നത്. നിങ്ങളറിയുന്നത് പോലെ ഞാനും അറിയുന്നു. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല, എങ്കിലും എനിക്ക് സർവശക്തനോട് സംസാരിക്കണമെന്നുണ്ട്. ദൈവത്തോട് വാദിക്കാനും ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും നിങ്ങൾ വ്യാജം കൊണ്ട് വെള്ളപൂശുന്നവരാണ്. നിങ്ങൾ ഒന്നടങ്കം വിലകെട്ട വൈദ്യന്മാരാണ്. നിങ്ങൾ പൂർണ്ണമായും മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാദം ശ്രവിക്കുവിൻ, എൻ്റെ അധരങ്ങളുടെ തർക്കങ്ങൾ ശ്രദ്ധിക്കുവിൻ. ദൈവത്തിനു വേണ്ടിയാണോ നിങ്ങൾ തിന്മ പറയുന്നത്? അവിടുത്തേക്ക് വേണ്ടിയാണോ വഞ്ചന സംസാരിക്കുന്നത്? അവിടുത്തെ പക്ഷം പിടിക്കുകയാണോ നിങ്ങൾ? ദൈവത്തിനു വേണ്ടിയാണോ നിങ്ങൾ ന്യായവാദം നടത്തുന്നത്? അവിടുന്ന് നിങ്ങളെ പരിശോധിക്കുന്നത് നല്ലതല്ലേ? അവിടുത്തേക്ക് മർത്തിനോട് പുച്ഛമുള്ളതുപോലെ നിങ്ങൾക്ക് അവിടുത്തോട് പുച്ഛമാണ്. നിങ്ങൾ
രഹസ്യത്തിൽ പക്ഷം പിടിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും. അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ? അവിടുത്തെ ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ? നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികളത്രേ, നിങ്ങളുടെ പ്രതിരോധങ്ങൾ കളിമൺ പ്രതിരോധങ്ങൾ പോലെ. എൻ്റെ മുന്നിൽ നിശബ്ദരായിരിക്കുവിൻ, ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് എന്തും സംഭവിച്ചു കൊള്ളട്ടെ. എൻ്റെ മാംസം ഞാൻ എൻ്റെ പല്ലുകളിൽ എടുക്കുന്നതും എൻ്റെ ജീവൻ എൻ്റെ കൈപ്പത്തിയിലാക്കുന്നതും എന്തിന്? നോക്കൂ, അവിടുന്ന് എന്നെ കൊല്ലും, എങ്കിലും ഞാൻ അവിടുത്തേക്കായി കാത്തിരിക്കും. അവിടുത്തെ സന്നിധിയിൽ എൻ്റെ വഴികൾ ഞാൻ തീർച്ചയായും സമർത്ഥിക്കും. അധർമ്മി അവിടുത്തെ മുമ്പിൽ വരികയില്ല എന്നതു തന്നെയായിരിക്കും എൻ്റെ രക്ഷ. എൻ്റെ വചസ്സ് ശ്രദ്ധിച്ചു കേൾക്കുവിൻ, നിങ്ങളുടെ കാതുകളിൽ എൻ്റെ വിശദീകരണം ഉണ്ടാകട്ടെ. ഇതാ ഞാൻ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നീതിമാനെന്ന് തെളിയുമെന്ന് എനിക്കറിയാം. ആരാണ് എന്നോട് തർക്കിക്കുന്നത്? എങ്കിലിപ്പോൾ ഞാൻ മൂകനാകും, മൃതനുമാകും. 2 കാര്യങ്ങൾ മാത്രം അങ്ങ് എന്നോട് ചെയ്യരുതേ, എങ്കിൽ ഞാൻ അങ്ങേ സന്നിധിയിൽ നിന്ന് ഒളിക്കുകയില്ല. അങ്ങയുടെ കരതലം എന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ. എന്നിട്ട് വിളിക്കുക, ഞാൻ മറുപടി നൽകാം. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, എനിക്കങ്ങ് ഉത്തരമരുളുക. എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര! എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും എനിക്ക് മനസ്സിലാക്കി തരിക. അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് അങ്ങയുടെ ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു? കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ? ഉണങ്ങിയ പതിരിനെ അങ്ങ് പിന്തുടരുമോ? എന്തെന്നാൽ അങ്ങ് എനിക്കെതിരായി തിക്താരോപണങ്ങൾ എഴുതുന്നു. എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഭാരം അങ്ങനെ അനുഭവിപ്പിക്കുന്നു. അങ്ങൻ്റെ കാലുകൾ ആമത്തിലിടുന്നു, എൻ്റെ വഴികളെല്ലാം നിരീക്ഷിക്കുന്നു. എൻ്റെ കാലടികൾക്ക് പരിധി വച്ചിരിക്കുന്നു. അവശിഷ്ടം പോലെ അയാൾ ജീർണിക്കുന്നു, വസ്ത്രം പോലെ അയാളെ ചിതലരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും ദുരിതം നിറഞ്ഞവനുമാണ്. അവൻ പുഷ്പം പോലെ വിടരുന്നു, വാടിക്കരിയുകയും ചെയ്യുന്നു. അവൻ നിഴൽ പോലെ പാഞ്ഞു പോകുന്നു, നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളവനിലാണോ അങ്ങ് കണ്ണു നട്ടിരിക്കുന്നത്? എന്നെയാണോ അങ്ങുമായുള്ള ന്യായവാദത്തിന് കൊണ്ടുവരുന്നത്? മലിനമായതിൽ നിന്ന് ശുദ്ധമായത് ആര് പുറപ്പെടുവിക്കും? ഒരുവനുമില്ല. എൻ്റെ ദിനങ്ങൾ നിർണയിക്കപ്പെട്ടവയെങ്കിൽ അവൻ്റെ മാസങ്ങളുടെ എണ്ണവും അങ്ങയോടൊത്താണ്. അവന് മറികടക്കാനാവാത്തതാണ് അങ്ങ് വച്ചിരിക്കുന്ന അവൻ്റെ അതിർത്തി. അതിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക. വേതനം ലഭിക്കും വരെ ദിവസക്കൂലിക്കാരനെ പോലെ അവൻ സ്വസ്ഥനായിരിക്കട്ടെ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ടല്ലോ, മുറിക്കപ്പെട്ടാൽ അത് വീണ്ടും തളിർക്കും. അതിൻ്റെ മുള ഒടുങ്ങുകയില്ല. അതിൻ്റെ വേര് മണ്ണിൽ പഴകിയാലും അതിൻ്റെ കുറ്റി പൊടിയിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും. തൈച്ചെടി പോലെ അത് ശാഖ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ വീരപുരുഷൻ മരിക്കുന്നു, നിസ്സാരതയിലെത്തുന്നു. മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുന്നു, പിന്നെ അവനെവിടെ? കടലിൽ വെള്ളം വറ്റിപ്പോകുന്നു, നദി വരണ്ടുണങ്ങുന്നു. ഒരാൾ ശയ്യാവലംബിയാകുന്നു, പിന്നെ എഴുന്നേൽക്കുന്നില്ല. ആകാശങ്ങൾ ഇല്ലാതാകുന്നതുവരെ അവർ ശയ്യ വിടുന്നില്ല, അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയുമില്ല. അങ്ങനെ പാതാളത്തിൽ മറയ്ക്കാനും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കാനും എനിക്ക് വേണ്ടി ഒരു തക്കം നിശ്ചയിച്ച് എന്നെ അനുസ്മരിക്കാനും ഇടയായെങ്കിൽ, മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ ജീവിക്കുമോ? എനിക്ക് മാറ്റം വരുവോളം എൻ്റെ സേവനദിനങ്ങൾ മുഴുവൻ ഞാൻ കാത്തിരിക്കും. അങ്ങ് വിളിക്കും, ഞാൻ അങ്ങയോട് പ്രത്യുത്തരിക്കും. അങ്ങയുടെ കരവേലയെ അങ്ങ് അഭിലഷിക്കും. എന്തെന്നാൽ ഇപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും. എൻ്റെ പാപങ്ങളിന്മേൽ അങ്ങ് നിരീക്ഷണം നടത്തുകയില്ല. എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിൽ മുദ്ര വയ്ക്കപ്പെടും. എൻ്റെ അകൃത്യത്തിനു മേൽ അങ്ങ് ആവരണമൊട്ടിക്കും. എങ്കിലും നിബദിക്കുന്ന പർവ്വതം തിരോഭവിക്കും. പാറ സ്വസ്ഥാനത്ത് നിന്ന് ഇളകിമറയും. ജലം കല്ലുകളെ തേച്ചു മായ്ക്കുന്നു. നിലത്തെ പൊടിയെ അതിൻ്റെ ജലപ്രവാഹങ്ങൾ കഴുകി മാറ്റുന്നു. മർത്യൻ്റെ പ്രത്യാശയാകട്ടെ അത് നശിപ്പിക്കുന്നു. എപ്പോഴും അവനെ അങ്ങ് കീഴ്പ്പെടുത്തുന്നു, അവനോ കടന്നു പോകുന്നു. അവൻ്റെ മുഖം വിരൂപമാക്കി അങ്ങ് അവനെ പറഞ്ഞയക്കുന്നു. അവൻ്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു, പക്ഷേ അവനത് അറിയുന്നില്ല. പിന്നെ അവർ അധപ്പതിക്കുന്നു, അതും അവൻ അറിയുന്നില്ല. അവൻ്റെ ശരീരം മാത്രം അവനെ പ്രതി വേദന അനുഭവിക്കുന്നു.
അവൻ്റെ ആത്മാവ് അവനെ പ്രതി വിലപിക്കുന്നു. സുഭാഷിതങ്ങൾ 2-ാം അധ്യായം 16 തുടങ്ങി 19 വരെയുള്ള തിരുവചനങ്ങൾ. അപരിചിതയായ സ്ത്രീയിൽ നിന്ന്, തൻ്റെ വാക്കുകൾ കൊണ്ട് വശീകരിക്കുന്ന അന്യയിൽ നിന്ന് നിന്നെ വിമോചിക്കാനാണിത്. സ്വന്തം യൗവനത്തിലെ പ്രിയനെ പരിത്യജിച്ചവൾ, തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിച്ചവൾ, തീർച്ചയായും അവളുടെ ഭവനം മരണത്തിലേക്ക് താഴ്ന്നതാണ്. അവളുടെ പന്ഥാവുകൾ പരേതരുടെ പക്കലേക്കും. അവളെ പ്രാപിക്കുന്നവരാരും മടങ്ങി വരികയില്ല. ജീവിക്കുന്നവരുടെ മാർഗങ്ങൾ അവർ എത്തിപ്പിടിക്കുകയില്ല.